ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റർ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇത്. അതായത് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഓരോ തിരിച്ചറിവുകളാണ് നൽകുന്നതെന്നും, അല്ലെങ്കിൽ അത് ദൈവത്തോടടുക്കാനുള്ളൊരു ടൂള് മാത്രമാണ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവത്തോടടുക്കാനുള്ളൊരു ടൂള് മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ പുറത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ സോളിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സോളിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് സമാധാനം, സന്തോഷം ഇവയൊക്കെയാണ്. പക്ഷേ സോളിൻ്റേതല്ലാത്ത ഗുണങ്ങളും വഹിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നടക്കുന്നത്. അതായത് നമുക്ക് ദേഷ്യവും നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മുടെ സോളിൻ്റെ ഗുണങ്ങളല്ല. അപ്പോൾ നമ്മുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളിലെ നിരാശയും ദുഃഖവും ദേഷ്യവും ഒക്കെ അകന്നു പോകുന്നതിന് ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് കഠിനമായ അവസ്ഥ മാറി എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ഒരു ആളാവാം നിങ്ങൾ. എന്തെങ്കിലും അസുഖമുള്ളവരാകാം. ആ ഒരു അസുഖത്താൽ ബുദ്ധിമുട്ടിയ ആളുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തവരാകാം നിങ്ങൾ. എന്തായാലും നിങ്ങളെ വളരെ കഠിനമായി വേദനിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആ ഒരു കാര്യത്തിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി പുറത്തേക്കിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്കൊരിക്കലും ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് കരുതിയ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എനിക്കിനി ഈ ഒരു കാര്യത്തിൽ നിന്നും ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിലൊരു സിറ്റുവേഷൻ എൻഡാകുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം നമ്മൾ. പക്ഷേ എത്ര സ്ട്രഗിൾ ചെയ്യുമ്പോഴും ആ ഒരു കഠിനമായ കാര്യത്തിൽ നിന്നും പുറത്ത് കിടക്കുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, അതായത് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വേദന നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും തടസ്സങ്ങൾ പൊട്ടിച്ച് മാറ്റി നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും
പുറത്തിറങ്ങി നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു മാറ്റത്തെ സ്വീകരിക്കാനുള്ള സമയമാണ്. മാറ്റം വരാനുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ അതിന് അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുവദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും വരികയുള്ളൂ. നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ, അതായത് നമ്മളെപ്പോഴും വിഷമിച്ചിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളും ലൈഫിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിന് ഇവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിന് ഇവിടെ ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വിദേശത്തേക്കോ മറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ മാനസിക തലത്തിൽ നിന്നും ഒരു ഉയർച്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് നിങ്ങൾ എവിടേക്കെങ്കിലും ജോലി മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിനാണോ ആ കാര്യത്തിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഷെയറിങ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റൊരാളിന് അർഹതയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം അത്. പിന്നെ നിങ്ങൾ ഹീല് ചെയ്യുന്നൊരു അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ഓൾറെഡി വളരെ സൈക്കിക്കായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളെയും ഹീല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ശരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിവുള്ളൊരു ആളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കതിന് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്. അവരുടെ ജീവിതത്തിൽ നല്ലത് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവർക്കൊരു ആശ്വാസമേകാനും അല്ലെങ്കിൽ സാന്ത്വനമാകാനും ഒക്കെ ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നവരുമായി പങ്കിടാനുമുള്ളൊരു അവസരം വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ കാണുവാനുള്ള സാഹചര്യവും അവരുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു അവസരവും ഒക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സമയമാണ്. ചില ആൾക്കാർക്ക് അവരുടെ ഒരു സോൾ കണക്ഷനുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന വേളയിൽ ആ ഒരു യാത്രയിൽ വെച്ചൊക്കെ അവരെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു സാഹചര്യമാവാം ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയം അതിനൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്നുള്ളൊരു ആഗ്രഹം അവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഫ്ലവറിങ് ആണ്, അതുപോലെ കൺട്രോളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെ മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങളൊരു നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായി ജീവിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജിയാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും ഒരു നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് മറന്നു കഴിഞ്ഞിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് വിഷമിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വളരെ കാമായിട്ടിരിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയം മനസ്സിലെ വിഷമങ്ങൾ മാറ്റി നിങ്ങൾ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പാസ് ലീവ്സ് ആണ്. അതായത്
പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാണുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു പ്രണയം, നിങ്ങളിൽ വന്നു പോയിട്ടുള്ള ഒരു പ്രണയം റീയൂണിയൻ ആകുന്നതായിരിക്കാം. കാരണം ഇവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രണയം റീയൂണിയൻ ആകുന്നതായിരിക്കാം. അതായിരിക്കാം നമുക്കിവിടെ പാസ്റ്റ് ലീവ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഗൈഡൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഗൈഡൻസ് സ്വീകരിക്കുന്നെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഷെയറിങ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിലേക്ക് വരുന്ന അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് എത്തുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ജീവിതത്തിൽ വന്നെത്തുന്ന ഒരു സമയമാണിത്. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് പല അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യം തുടങ്ങി വെച്ചാലും അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു മേഖലയിലാണെങ്കിൽ പോലും, സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട്, നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട്, അങ്ങനെ ഏത് കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റങ്ങൾ വരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.